മക്കളെ, ദിവസങ്ങളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എക്സാമിനോട് അടുത്ത് കഴിഞ്ഞു. അപ്പം ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതിലുണ്ടാവും, ഇത്രയും കാലമായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങാത്ത ആളുകളുണ്ടാവും, ഇനി പാതി വഴിയിലൊന്ന് സ്ലോ ആയ ആളുകളുണ്ടാവും. എല്ലാവരോടും പറയാനുള്ള ഒരു ഒറ്റ കാര്യം ഇതാ, ഇനി നമുക്ക് ടെസ്റ്റ് സീരീസ് പോലെ ചുമ്മാ അങ്ങനെ മുട്ടി നിൽക്കാൻ സമയമില്ല. നമുക്കിനി തകർത്തടിക്കേണ്ട സമയം. അതായത് ഒരു 2020 മാച്ച് പോലെ നിങ്ങൾ കയറി അടിക്കേണ്ട സമയം. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ ക്രിക്കറ്റ് കാണുമ്പോഴേ സെവാഗിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടാണ് അറിയോ? സെവാഗ് ക്രീസിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ശരി, അത് ഓപ്പണറായിട്ട് ഇറങ്ങുമ്പോഴാണെങ്കിലും ശരി, ബോൾ വരുമ്പോൾ നേരെ ക്രീസിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കും അത് 6 ആവും എന്നൊക്കെ. അപ്പോൾ എന്താണെന്ന് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി ബാറ്റിംഗ് കാണാം. അതുപോലെ തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നിങ്ങൾ സെവാഗിനെ പോലെ അടിച്ച് മുന്നോട്ട് കയറിയേ പറ്റും. നമുക്കറിയാം ദ്രാവിഡ് ഇങ്ങനെ മുട്ടി മുട്ടി നിൽക്കും. അവസാനം വരേക്ക് ചിലപ്പോൾ ദ്രാവിഡിനെ കാണും, പക്ഷേ നമുക്ക് വലിയൊരു സ്കോറിലേക്ക് എത്താൻ പറ്റില്ല. അത് നമുക്ക് മുന്നേ ചെയ്യായിരുന്നു. മുന്നേ നമുക്ക് ഓരോ കണ്ടൻ്റൊക്കെ പഠിച്ച് ഇങ്ങനെ വരാനുള്ള സമയം ഉണ്ടായിരുന്നു. ഇനി അവസാന സമയത്തേക്കായി. ഈ അവസാന സമയത്ത് നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് സെവാഗിനെ പോലെ ആഞ്ഞടിക്കണം. ആഞ്ഞടിച്ചാൽ മാത്രമേ നമുക്ക് ജയിച്ച് കാണിക്കാൻ പറ്റൂ. ഓവറുകൾ ഇങ്ങോട്ടേക്ക് അവസാനത്തേക്കായി. നമ്മളൊരു 50 ഓവറുള്ളൊരു മാച്ച് നടക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതാ ഇങ്ങ് ഒരു 45-44 ഓവറിലെത്തി. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ജയിക്കാൻ ഇനി കഷ്ടിമുഷ്ടി 5 ഓവറുകളിൽ നമുക്ക് ജയിക്കാൻ ഒരു 10-60 റൺസ് വേണം. അങ്ങനെയാണ് ഈ സമയത്ത് നമ്മൾ മുട്ടി നിന്നുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഉറപ്പായിട്ടും നമ്മൾ അടിച്ചേ പറ്റും. അങ്ങനെയാണെങ്കിൽ 6ഉം 4ഉം എല്ലാം വരണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ NCERTനെ കറക്റ്റായിട്ട് അരച്ച് കലക്കി കുടിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അതായത് NCERT മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നമ്മുടെ ഉള്ളിൽ ഒരു ഒറ്റ ലക്ഷ്യം മാത്രം, വരുന്ന ബോളിനെ എങ്ങനെയാണെങ്കിലും നമ്മൾ ബൗണ്ടറി കടത്തും. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സമയത്ത് ഒരു ഒറ്റ ലക്ഷ്യം ഉണ്ടാവും, NCERTക്കുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പഠിച്ചെടുക്കുക. വെറുതെ പുറത്തു നിന്ന് അവിടെ എവിടെയും ചിന്തിക്കാതെ നന്നായിട്ടിരുന്ന് പഠിക്കുക. ഈ അവസാന ഓവറുകളിൽ നമുക്ക് ആഞ്ഞടിക്കണം. അല്ലാതെ ഈ സമയത്ത് മുട്ടി നിന്നാൽ നീറ്റിൽ നമ്മൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു ബാറ്റ്സ്മാൻ്റെ ഒരു ഒറ്റ ലക്ഷ്യം ആ സമയത്ത് എങ്ങനെയെങ്കിലും മാക്സിമം റൺസ് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യം ഏറ്റവും മാക്സിമം സ്കോർ കണ്ടെത്തുക. അങ്ങനെയാണെങ്കിൽ ഇതാ നമ്മുടെ JPCൻ്റെ ക്രാഷ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഈ ബാച്ചിലേക്ക് ഓൾമോസ്റ്റ് അഡ്മിഷൻസ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അവസാന ഓവറുകളിൽ അടിച്ച് തകർക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് വരാം JPCയിലേക്ക്. അപ്പോൾ മക്കൾക്ക് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാം. വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് വിളിക്കുന്ന ആളുകൾക്ക് അഡ്മിഷനായിട്ട് ഇങ്ങോട്ടേക്ക് വരാം. ഉറപ്പായിട്ടും അവസാന ഓവറുകളിൽ നിങ്ങളെ കൂടെ ഒരു കോച്ചിനെ പോലെ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ, നിങ്ങളെ അവസാന ജയം വരെ കൂടെ നിൽക്കാൻ JPCയിലെ ഓരോ ആളും ഉണ്ടാവും. നിങ്ങൾ ധൈര്യത്തോടു കൂടെ വാ മക്കളെ, കാണാം.